സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകം അതിന്റെ വൈവിധ്യത്തിലാണ് നിലനിൽക്കുന്നത്. നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങളും ജനവിഭാഗങ്ങളും ഭരണാധികാരികളും കടന്നുപോയ വഴികളിലൂടെയാണ് ഇന്നത്തെ ഇന്ത്യ രൂപപ്പെട്ടത്. ഈ ചരിത്രത്തിന്റെ ഏറ്റവും സജീവമായ അടയാളങ്ങളാണ് നമ്മുടെ നാടുകളുടെ പേരുകൾ. സ്ഥലനാമങ്ങൾ വെറുമൊരു വിലാസമല്ല, മറിച്ച് ഭൂതകാലം വർത്തമാനകാലത്തോട് നടത്തുന്ന നിരന്തരമായ സംവാദമാണ്. ഇതായിരുന്നു നമ്മുടെ ഭൂതകാലമെന്നും ഈ വൈവിധ്യത്തിലൂടെയാണ് നാം ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർന്നതെന്നും ഓരോ സ്ഥലപ്പേരും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 12-ലധികം വർഷങ്ങളായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഈ ചരിത്ര അടയാളങ്ങളെ ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവുകളാണ് തുടർച്ചയായി നടക്കുന്ന പേരുമാറ്റങ്ങൾ. ഭൂതകാലം ഒരു ബാധ്യതയായി അനുഭവപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് മാത്രമേ ചരിത്രത്തിന്റെ അടയാളങ്ങൾ മായ്ച്ചു കളയാൻ ഇത്രയധികം ആവേശമുണ്ടാകും. സ്ഥലനാമങ്ങൾ മാറ്റുകയെന്നത് വെറുമൊരു ഭരണപരമായ നടപടിയല്ല, മറിച്ച് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രത്തിൽ തന്നെ മായ്ച്ചു കളയാൻ ഭരണകൂടം നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളുടെ ദൃശ്യമായ തെളിവാണ്. 2014-ൽ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ രാജ്യത്തുടനീളം വലിയ തോതിലുള്ള പേരുമാറ്റ പരമ്പരയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അലഹബാദ് എന്ന ചരിത്ര നഗരത്തെ പ്രയാഗ്രാജ് എന്നും ഫൈസാബാദിനെ അയോധ്യ എന്നും പുനർനാമകരണം ചെയ്തുകൊണ്ട് തുടങ്ങിയ ഈ പ്രക്രിയ പിന്നീട് ഹരിയാനയിലെ ഗുഡ്ഗാവിനെ ഗുരുഗ്രാമാക്കിയും മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിനെ അഹല്യ നഗറാക്കിയും മാറ്റിമറിച്ചു. ഔറംഗാബാദിനെ ഛത്രപതി സംഭാജി നഗർ എന്നും ഉസ്മാനാബാദിനെ ധാരാഷിവ് എന്നും മാറ്റിയ നടപടികളിലൂടെ ഈ പേരുമാറ്റ രാഷ്ട്രീയം കൂടുതൽ ശക്തമായി. എന്നാൽ ഇവിടം കൊണ്ടൊന്നും ഈ അജണ്ട അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകൾ, ചരിത്രപ്രസിദ്ധമായ മറ്റ് സ്ഥലങ്ങൾ, തലസ്ഥാന നഗരിയിലെ പ്രധാന റോഡുകൾ എന്നിവയെല്ലാം പേരുകൾ ഒന്നൊന്നായി തിരുത്തിയെഴുതപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഡൽഹിയിലെ പ്രമുഖമായ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ മോദി സർക്കാർ തയ്യാറായത് ഈ പ്രവണത വരും ദിവസങ്ങളിലും തുടരുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഈ പേരുമാറ്റങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തെ, പ്രത്യേകിച്ച് മുഗൾ ഭരണകാലത്തെയോ കൊളോണിയൽ കാലഘട്ടത്തെയോ പൂർണ്ണമായും അപ്രസക്തമാക്കാനാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ശ്രമിക്കുന്നത്. ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തിരുത്തിയെഴുതാനും ഇന്ത്യയിൽ ഒരു പ്രത്യേക മതപരമായ ഐഡന്റിറ്റി മാത്രം മതിയെന്ന സന്ദേശം പൊതുസമൂഹത്തിന് നൽകാനുമാണ് BJP ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ബഹുസ്വരതയും മതസൗഹാർദ്ദ പാരമ്പര്യത്തെയും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രത്തെയും ചരിത്രത്തെയും പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ വരും തലമുറകൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം മറച്ചുവെക്കാനും ഒരു ഏകശിലാത്മകമായ സംസ്കാരം അടിച്ചേൽപ്പിക്കാനുമാണ് ഭരണകൂടം മുതിരുന്നത്. രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായിരിക്കുമ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം ഇത്തരം വൈകാരിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് BJP എപ്പോഴും ശ്രമിക്കുന്നത്. ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റുന്നത് കൊണ്ട് മാത്രം അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലോ അടിസ്ഥാന സൗകര്യങ്ങളിലോ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്നാൽ ചരിത്രത്തോട് പ്രതികാരം ചെയ്യുക എന്ന വ്യാജേന ഭൂരിപക്ഷ ജനവിഭാഗത്തെ പ്രീണിപ്പിക്കാനും വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനും ഭരണകൂടം ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചരിത്രം എന്നത് വെട്ടിത്തിരുത്തലുകൾ നടത്തേണ്ട ഒരു ഡയറിയല്ല, മറിച്ച് ഒരു ജനതയുടെ പരിണാമത്തിന്റെ സാക്ഷ്യപത്രമാണ്. അതിൽ നന്മകളും തിന്മകളും വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകാം. അവയെ അതേപടി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് അനുയോജ്യം. എന്നാൽ ഭൂതകാലത്തെ ഭയക്കുന്ന സംഘപരിവാറിനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സാംസ്കാരികമായ അധിനിവേശത്തിലൂടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നയങ്ങൾ ഇന്ത്യയെ നാശത്തിന് തന്നെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും തലമുറകളോട് ചെയ്യുന്ന ചരിത്രപരമായ അനീതിയായി മാത്രമേ മോദി സർക്കാരിന്റെ തുടർച്ചയായ പേരുമാറ്റ നടപടികളെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ.